മധ്യപൂർവേഷ്യൻ മേഖലയിൽ മാസങ്ങളായി നിലനിൽക്കുന്ന വൻ സംഘർഷങ്ങൾക്ക് പുതിയൊരു വഴിത്തിരിവ് നൽകിക്കൊണ്ട് തെക്കൻ ലെബനന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പരിമിതമായ തോതിൽ പിന്മാറ്റം ആരംഭിച്ചു. അമേരിക്കയുടെ ശക്തമായ മധ്യസ്ഥതയിൽ രൂപീകരിച്ച പുതിയ കരാറിന്റെയും നയതന്ത്ര ചട്ടക്കൂടിന്റെയും അടിസ്ഥാനത്തിലാണ് ഈ പിന്മാറ്റം. മേഖലയിൽ ഉടൻ സമാധാനം പുനഃസ്ഥാപിക്കുമെന്ന ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനങ്ങൾക്കിടെ പുറത്തുവരുന്ന ഈ നീക്കം അന്താരാഷ്ട്ര തലത്തിൽ വലിയ പ്രാധാന്യത്തോടെയാണ് നോക്കിക്കാണുന്നത്. ഇതിനിടയിൽ രാജ്യത്തിന്റെ ഭാവി സുരക്ഷയ്ക്കും സമാധാനവും ചർച്ച ചെയ്യുന്നതിനായി ലെബനൻ പ്രസിഡന്റ് ജോസഫ് ഔൺ വാഷിംഗ്ടണിലേക്ക് തിരിച്ചു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി നടത്തുന്ന ഈ നിർണായക കൂടിക്കാഴ്ചയിൽ ലെബനന്റെ ഭാവി, ഭരണം, അതിർത്തി സുരക്ഷ, സാമ്പത്തിക പുനരധിവാസം എന്നിവ പ്രധാന ചർച്ചാ വിഷയങ്ങളാകും. ദീർഘകാലത്തിന് ശേഷമാണ് ഒരു ലെബനീസ് ഭരണത്തലവൻ അമേരിക്കൻ പ്രസിഡന്റുമായി ഇത്തരം ഒരു തന്ത്രപ്രധാന കൂടിക്കാഴ്ചയ്ക്ക് തയ്യാറെടുക്കുന്നത്. അതേസമയം അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ ലെബനൻ വിഷയത്തിൽ അതിനിർണായകമായ ചില നിലപാടുകൾ പരസ്യമാക്കിയിട്ടുണ്ട്. ലെബനന്റെ സുരക്ഷയും നിയന്ത്രണവും പൂർണ്ണമായും രാജ്യത്തിന്റെ ഔദ്യോഗിക സൈന്യത്തിന്റെ കൈകളിൽ ഭദ്രമാകണമെന്നും ഹിസ്ബുള്ളയുടെ ആയുധങ്ങൾ പൂർണ്ണമായും താഴെ വെപ്പിക്കണമെന്നും റൂബിയോ പരസ്യമായി ആവശ്യപ്പെട്ടു. മേഖലയിലെ അമേരിക്കൻ നയതന്ത്രത്തിൽ സംഭവിക്കുന്ന വലിയൊരു മാറ്റത്തിന്റെ വ്യക്തമായ സൂചനയാണ് ഈ പ്രസ്താവന. തെക്കൻ ലെബനനിൽ ഇസ്രായേൽ തുടരുന്ന സൈനിക നടപടികൾ അവസാനിപ്പിക്കാൻ അമേരിക്കൻ ഭരണകൂടം നൽകിയ ശക്തമായ സമ്മർദ്ദമാണ് ഇപ്പോഴത്തെ സൈനിക പിന്മാറ്റത്തിലേക്ക് നയിച്ചതെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. മേഖലയിൽ കൂടുതൽ സങ്കീർണമായ ഒരു യുദ്ധ അന്തരീക്ഷം നിലനിൽക്കുന്നത് ആഗോള സമ്പദ് വ്യവസ്ഥയെ ബാധിക്കുമെന്നതിനാൽ സമാധാനം വേഗത്തിലാക്കാൻ ഡൊണാൾഡ് ട്രംപ് നേരിട്ട് ഇടപെടലുകൾ നടത്തി വരികയായിരുന്നു. വർഷങ്ങളായി തെക്കൻ ലെബനൻ അതിർത്തിയിൽ സ്വാധീനമുറപ്പിച്ചിരുന്ന ഹിസ്ബുള്ളയെ പൂർണ്ണമായും നിഷ്പ്രഭമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇസ്രായേൽ കരസേനാ നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുന്നത്. എന്നാൽ അന്താരാഷ്ട്ര സമ്മർദ്ദവും അതിർത്തിയിലെ കടുത്ത പ്രതിരോധവും കാരണം യുദ്ധം ദീർഘിപ്പിക്കുന്നത് ഇസ്രായേലിന് വലിയ വെല്ലുവിളിയായി മാറിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് അമേരിക്ക മുൻകൈയെടുത്ത ഒരു താൽക്കാലിക വെടിനിർത്തലിനും പിന്മാറ്റത്തിനും വഴിമരുന്നിട്ടത്. ലെബനൻ പ്രസിഡന്റ് ജോസഫ് ഔണിന്റെ വാഷിംഗ്ടൺ സന്ദർശനം ലെബനന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു വഴിത്തിരിവാകാൻ സാധ്യതയുണ്ട്. രാജ്യത്ത് നിലനിൽക്കുന്ന കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയും ഭരണഘടനാപരമായ അസ്ഥിരതയും മറികടക്കാൻ അമേരിക്കയുടെ പിന്തുണ ലെബനന് അത്യാവശ്യമാണ്. ഇസ്രായേൽ സൈന്യം ഒഴിഞ്ഞുപോകുന്ന അതിർത്തി പ്രദേശങ്ങളിൽ ലെബനൻ ദേശീയ സൈന്യത്തെ കൃത്യമായി വിന്യസിക്കുന്നതിനെ കുറിച്ചും ട്രംപുമായും ഔൺ ചർച്ച ചെയ്യും. എന്നാൽ ഹിസ്ബുള്ളയെ പൂർണ്ണമായും നിരായുധീകരിക്കുക എന്ന അമേരിക്കൻ ആവശ്യം എത്രത്തോളം പ്രായോഗികമാകുമെന്ന കാര്യത്തിൽ വലിയ സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ലെബനൻ രാഷ്ട്രീയത്തിലും സമൂഹത്തിലും വലിയ വേരുകളുള്ള ഒരു പ്രസ്ഥാനത്തെ പെട്ടെന്ന് ഇല്ലാതാക്കുക എന്നത് എളുപ്പമല്ല. എങ്കിലും സർക്കാരിന്റെയും സൈന്യത്തിന്റെയും പരമാധികാരം ഉറപ്പാക്കാൻ ശക്തമായ നടപടികൾ വേണമെന്ന നിലപാടിൽ റൂബിയോ ഉറച്ചു നിൽക്കുകയാണ്. US വിദേശകാര്യ സെക്രട്ടറിയുടെ ഈ പുതിയ പ്രസ്താവനയിലൂടെ ലെബനൻ സർക്കാരിന് മേലുള്ള അമേരിക്കൻ സ്വാധീനം വർദ്ധിപ്പിക്കാനാണ് വാഷിംഗ്ടൺ ശ്രമിക്കുന്നത്. സമാന്തര സൈനിക ശക്തിയായി ഹിസ്ബുള്ള നിലനിൽക്കുന്നത് ഇസ്രായേലിന്റെ സുരക്ഷയ്ക്ക് എന്നും ഭീഷണിയാണെന്ന കാഴ്ചപ്പാടാണ് അമേരിക്കയ്ക്കുള്ളത്. അതിനാൽ പുതിയ സമാധാന കരാറിന്റെ പ്രധാന വ്യവസ്ഥയായി ഈ ആവശ്യത്തെ ഉയർത്തിക്കാട്ടാൻ അമേരിക്ക തയ്യാറെടുക്കുന്നു. ഇസ്രായേൽ സൈന്യത്തിന്റെ ഭാഗികമായ പിന്മാറ്റം തെക്കൻ ലെബനനിലെ സാധാരണ ജനങ്ങൾക്ക് വലിയ ആശ്വാസമാണ് നൽകുന്നത്. മാസങ്ങളായി വീടുകൾ ഉപേക്ഷിച്ച് പലായനം ചെയ്ത പതിനായിരക്കണക്കിന് ആളുകൾക്ക് സ്വന്തം ഗ്രാമങ്ങളിലേക്ക് മടങ്ങിയെത്താനുള്ള അവസരമാണ് ഇതിലൂടെ ഒരുങ്ങുന്നത്. എന്നാൽ അതിർത്തിയിൽ ഭീതി പൂർണ്ണമായി അകന്നിട്ടില്ലാത്തതിനാൽ ജാഗ്രത പാലിക്കാനാണ് പ്രാദേശിക ഭരണകൂടത്തിന്റെ നിർദ്ദേശം. ലെബനന്റെ സുരക്ഷ ചുമതല രാജ്യത്തിന്റെ ഔദ്യോഗിക സൈന്യത്തിന് മാത്രം നൽകുന്നതിലൂടെ വരും ദിവസങ്ങളിൽ UN സമാധാന സേനയുടെ പ്രവർത്തനങ്ങളിലും മാറ്റങ്ങൾ ഉണ്ടായേക്കാം. ഇസ്രായേലും ലെബനൻ സൈന്യവും നേരിട്ട് ഏറ്റുമുട്ടുന്ന സാഹചര്യം ഒഴിവാക്കാൻ അമേരിക്കയും സഖ്യരാജ്യങ്ങളും അതിർത്തിയിൽ പുതിയ നിരീക്ഷണ സംവിധാനങ്ങൾ ഏർപ്പെടുത്താൻ ആലോചിക്കുന്നുണ്ട്. മധ്യപൂർവേഷ്യയിലെ തങ്ങളുടെ വിദേശ നയം കൂടുതൽ വ്യക്തമാക്കുന്ന നടപടികളാണ് ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ നടക്കുന്നത്. സൈനിക ഏറ്റുമുട്ടലുകളെക്കാൾ ഉപരിയായി കർശനമായ നിബന്ധനകളോടെയുള്ള നയതന്ത്ര ചർച്ചകളിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്ന ട്രംപിന്റെ തന്ത്രമാണ് ലെബനൻ വിഷയത്തിൽ പ്രകടമാകുന്നത്. നെതന്യാഹു ഭരണകൂടത്തിന് കൃത്യമായ അതിരുകൾ നിശ്ചയിച്ചു നൽകാനും ട്രംപ് തയ്യാറായിട്ടുണ്ട്. ലെബനനിൽ പുതിയൊരു യുഗത്തിന് തുടക്കം കുറിക്കാൻ ജോസഫ് ഔണിന് സാധിക്കുമോ എന്നാണ് ലോകം ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. ഹിസ്ബുള്ളയെ സമാധാന പാതയിലേക്ക് കൊണ്ടുവരുന്നതിനും രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുന്നതിനും അമേരിക്കൻ സഹായം അത്യന്താപേക്ഷിതമാണ്.
വാഷിംഗ്ടണിൽ നടക്കുന്ന ചർച്ചകളുടെ ഫലം വരും ദിവസങ്ങളിൽ ഗൾഫ് മേഖലയിലാകെ വലിയ സ്വാധീനം ചെലുത്തും. എന്നാൽ ഇസ്രയേലിന്റെ പൂർണ്ണമായ പിന്മാറ്റം എപ്പോൾ സാധ്യമാകുമെന്നതിനെ കുറിച്ച് ഇപ്പോഴും വ്യക്തതയില്ല. തങ്ങളുടെ സുരക്ഷാ ആശങ്കകൾ പൂർണ്ണമായി പരിഹരിക്കപ്പെടുന്നതുവരെ ചില തന്ത്രപ്രധാന പോയിന്റുകളിൽ സൈനിക സാന്നിധ്യം തുടരുമെന്നാണ് ഇസ്രയേൽ പ്രതിരോധ വൃത്തങ്ങൾ നൽകുന്ന സൂചന. ഇത് പൂർണ്ണമായ സമാധാനത്തിലേക്ക് എത്തുന്നതിന് ഒരു തടസ്സമായി നിലനിൽക്കുന്നുണ്ട്. അതിനിടെ ഇറാന്റെ പ്രതികരണവും ഈ വിഷയത്തിൽ നിർണായകമായിരിക്കും. ലെബനനിൽ ഹിസ്ബുള്ളയുടെ സ്വാധീനം കുറയ്ക്കാനുള്ള അമേരിക്കൻ നീക്കങ്ങളെ ടെഹ്റാൻ എപ്രകാരം പ്രതിരോധിക്കുമെന്നത് കണ്ടറിയണം. ഇറാന്റെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന ഗ്രൂപ്പുകളെ അടിച്ചമർത്താൻ അമേരിക്കയും ഇസ്രായേലും ഒരുമിച്ച് നീങ്ങുന്നത് മേഖലയിൽ പുതിയ തർക്കങ്ങൾക്ക് കാരണമായേക്കാം. തെക്കൻ ലെബനനിൽ നിന്നുള്ള ഇസ്രായേലിന്റെ ഭാഗിക പിന്മാറ്റവും ട്രംപ് ഔൺ നിർണായക കൂടിക്കാഴ്ചയും ഹിസ്ബുള്ളയെ നിരായുധീകരിക്കാനുള്ള അമേരിക്കയുടെ കടുത്ത നിലപാടും മധ്യപൂർവേഷ്യയിൽ പുതിയൊരു രാഷ്ട്രീയ സമവാക്യത്തിന് തുടക്കമിട്ടിരിക്കുകയാണ്. നയതന്ത്ര തലത്തിലുള്ള ഈ മാറ്റങ്ങൾ മേഖലയിൽ ശാശ്വത സമാധാനം കൊണ്ടുവരുമോ അതോ പുതിയ പോർമുഖങ്ങൾ തുറക്കുമോ എന്ന വരും ദിവസങ്ങളിലെ ചർച്ചകൾ വ്യക്തമാക്കും.